ഹായ് സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഇൻസ്ട്രക്ഷൻ കോഡ് എന്താണ്, ഇമ്മീഡിയറ്റ്, ഡയറക്റ്റ്, ഇൻഡയറക്റ്റ് അഡ്രസ്സ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ രജിസ്റ്റേഴ്സാണ്. നമുക്കറിയാം കമ്പ്യൂട്ടർ മെമ്മറി ഹയറാർക്കി വിഷയം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഏറ്റവും സ്പീഡിൽ വർക്ക് ചെയ്യുന്നൊരു മെമ്മറിയാണ് രജിസ്റ്റേഴ്സ്. ഹാർഡ് ഡിസ്ക് ഒരു മെമ്മറിയാണ്, നമ്മുടെ റാം ഒരു മെമ്മറിയാണ്, അതുപോലെ തന്നെ CD, ഫ്ലോപ്പി, പെൻഡ്രൈവുകൾ അല്ലേ, ഒരുപാട് മെമ്മറികളുണ്ട്. പ്രൈമറി സ്റ്റോറേജ് ഡിവൈസുകൾ, സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസുകൾ, ഒരുപാട് മെമ്മറികൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ഇതിലേറ്റവും കൂടുതൽ സ്പീഡിൽ വർക്ക് ചെയ്യുന്ന, ഡാറ്റ ആക്സസ് ചെയ്യാനും ഡാറ്റ സ്റ്റോർ ചെയ്യാനും കഴിയുന്ന ഒരു ഡിവൈസാണ് രജിസ്റ്റേഴ്സ്. അപ്പോൾ ഈ രജിസ്റ്റേഴ്സ് എന്തെല്ലാമാണ്, ഏതൊക്കെ ടൈപ്പ് രജിസ്റ്റേഴ്സാണ് കമ്പ്യൂട്ടറിനകത്തുള്ളത്, ഓരോ രജിസ്റ്റേഴ്സിൻ്റെയും ഡ്യൂട്ടി എന്താണ് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ഷൻസ് ആർ നോർമലി സ്റ്റോർഡ് ഇൻ കോൺസിക്യൂട്ടീവ് മെമ്മറി ലൊക്കേഷൻസ് ആൻഡ് എക്സിക്യൂട്ടഡ് സീക്വൻഷ്യലി വൺ അറ്റ് എ ടൈം അല്ലേ. നമുക്കറിയാം ഏത് കമ്പ്യൂട്ടറാണെങ്കിലും, എത്ര സ്പീഡുള്ള കമ്പ്യൂട്ടേഴ്സ് ആണെങ്കിലും അറ്റ് എ ടൈമിൽ ഒരു പ്രോഗ്രാം മാത്രമേ, ഒരു ഇൻസ്ട്രക്ഷൻസ് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഈ എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസുകൾ സ്റ്റോർ ചെയ്യുന്നത് രജിസ്റ്റേഴ്സിനകത്താണ്. ഓക്കെ, നമ്മൾ ഹാർഡ് ഡിസ്കിനകത്തായിരിക്കും പ്രോഗ്രാമുകൾ ഉണ്ടാവുക, അതിനെ റാമിലേക്ക് ലോഡ് ചെയ്യുന്നു, റാമിൽ നിന്നും അതിനെ CPU-ൽ അല്ലെങ്കിൽ CPU-യുമായി അറ്റാച്ച് ചെയ്തിട്ടുള്ള രജിസ്റ്റേഴ്സിലേക്ക് ലോഡ് ചെയ്യും. ആ രജിസ്റ്റേഴ്സ് നിന്നാണ് എന്ത് ചെയ്യുന്നത്, ആ പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ദ കൺട്രോൾ റീഡ്സ് ആൻ ഇൻസ്ട്രക്ഷൻ ഫ്രം എ സ്പെസിഫിക് അഡ്രസ് ഇൻ മെമ്മറി ആൻഡ് എക്സിക്യൂട്ട്സ് ഇറ്റ് ആൻഡ് സോ ഓൺ അല്ലേ. എന്ത് ചെയ്യുന്നത്, കമ്പ്യൂട്ടർ ആ ഇൻസ്ട്രക്ഷൻസ്, പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻസ് മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ അതിനെ എക്സിക്യൂട്ട് ചെയ്യിക്കുന്നു. ദിസ് ടൈപ്പ് ഓഫ് സീക്വൻസിങ് നീഡ്സ് എ കൗണ്ടർ ടു കാൽക്കുലേറ്റ് ദ അഡ്രസ് ഓഫ് ദി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ആഫ്റ്റർ എക്സിക്യൂഷൻ ഓഫ് ദി കറണ്ട് ഇൻസ്ട്രക്ഷൻ ഈസ് കംപ്ലീറ്റഡ്. നമുക്കറിയാം മുകളിൽ നമ്മൾ പറഞ്ഞു എന്ത്, ഓരോ അറ്റ് എ ടൈമിൽ ഒരു ഇൻസ്ട്രക്ഷൻസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്താൽ നെക്സ്റ്റ് ഏത് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം, അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് ഏത് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യണം എന്നതിനുള്ളൊരു സീക്വൻസ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ രജിസ്റ്റേഴ്സുകൾ ഉപയോഗിക്കും. അങ്ങനെ പല തരത്തിലുള്ള ഡ്യൂട്ടികൾ രജിസ്റ്റേഴ്സിനകത്തുണ്ട്, നമ്മൾ ഓരോന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രജിസ്റ്റേഴ്സിൻ്റെ യൂസേജ് പറഞ്ഞുകൊണ്ടുവരുന്നത്. ഓക്കെ, it is also necessary to provide a register in a control unit for storing the instruction code after its read from memory. മെമ്മറിയിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ റാമിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യുന്നു. റീഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം അല്ലേ, എക്സിക്യൂട്ട് ചെയ്യണം. എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും, എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പ്രോഗ്രാമായിരിക്കും, ഒരു ഇൻസ്ട്രക്ഷനായിരിക്കും മറ്റേ ടൈമിൽ എക്സിക്യൂട്ട് ചെയ്യുക. പക്ഷേ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ മറ്റൊരു ഡാറ്റയും കൂടി നമ്മൾ മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്ത് വെക്കണം. കാരണം ഈ ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ആ ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം, അത് കഴിഞ്ഞാൽ അടുത്ത ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. അപ്പോൾ ഡാറ്റ ഇവിടെ റെഡി ആയിരിക്കണം. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യണം, മെമ്മറിയിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്തിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം, എക്സിക്യൂഷന് റെഡിയാക്കി വെക്കണം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, രജിസ്റ്റേഴ്സുകൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ദ കമ്പ്യൂട്ടർ നീഡ്സ് പ്രൊസസ്സർ രജിസ്റ്റേഴ്സ് ഫോർ മാനിപ്പുലേറ്റിംഗ് ഡാറ്റ ആൻഡ് രജിസ്റ്റർ ഫോർ ഹോൾഡിംഗ് എ മെമ്മറി അഡ്രസ് അല്ലേ. ആ എവിടെ നിന്നാണ് ഡാറ്റ റീഡ് ചെയ്തിട്ടുള്ളത്, ഇപ്പോൾ മെമ്മറിയിൽ നിന്നും റാമിൽ നിന്നും ഏത് ലൊക്കേഷനിലെ ഡാറ്റയാണോ റീഡ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ അഡ്രസ്സ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം. കാരണം ഇതിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യണം, ആ ഡാറ്റിനെ സെയിം അഡ്രസ്സിൽ തന്നെ കൊണ്ടുവെക്കണം. ഇപ്പോൾ നമ്മൾ സീനകത്തൊക്കെ നമ്മൾ അഡ്രസ്സ് പഠിച്ചിട്ടുണ്ടാവും അല്ലേ, ഒരു മെമ്മറിയിൽ ഇപ്പോൾ അറയൊക്കെ പഠിച്ച സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകും. ഒരു പർട്ടിക്കുലർ മെമ്മറിയിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യാനും അതിലേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാനൊക്കെ പഠിച്ചിട്ടുണ്ടാകും. അതേ രൂപത്തിൽ നമ്മൾ റാമിനകത്തുനിന്നും ഡാറ്റ റീഡ് ചെയ്തിട്ട് നമ്മൾ രജിസ്റ്റേഴ്സിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏത് ലൊക്കേഷൻ നിന്നാണ്, റാമിൽ ഏത് ലൊക്കേഷൻ നിന്നാണ് ഈ ഡാറ്റ റീഡ് ചെയ്ത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം. എങ്കിൽ എന്ത് ചെയ്തു, അതിൻ്റെ എക്സിക്യൂഷൻ കഴിഞ്ഞ ശേഷം ആ ഡാറ്റ തിരിച്ച് ആ ലൊക്കേഷനിൽ തന്നെ കൊണ്ടുവെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് രജിസ്റ്റേഴ്സിനെ കൊണ്ട് ഒരുപാട് യൂസേജ് ഉണ്ട്. ഓക്കെ, ഓരോ നമുക്ക് വൈകാതെ ഡിസ്കസ് ചെയ്യാം. അങ്ങനെ പല ടൈപ്പിലുള്ള രജിസ്റ്റേഴ്സ് നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. നോക്കാം, നമുക്ക് ഇതിനകത്തുള്ള ഓരോ രജിസ്റ്റേഴ്സ് നോക്കാം. 0 to 11 12 ബിറ്റ് രജിസ്റ്റേഴ്സാണ്. 0 to 11 എന്ന് പറയുന്നത് 0 മുതൽ 11 വരെയുള്ള 12 ബിറ്റ് രജിസ്റ്റേഴ്സാണ്. പി സി എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം കൗണ്ടർ. അടുത്തത് 0 to 11 വരെയുള്ള AR അഡ്രസ് രജിസ്റ്റർ. അടുത്തത് 0 to 15 16 ബിറ്റ് രജിസ്റ്ററാണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഓക്കെ,
പിന്നെ അടുത്തത് 0 to 15 വരെ TR ടെമ്പററി രജിസ്റ്റർ. പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് രജിസ്റ്റേഴ്സ്, രണ്ടും 8 ബിറ്റ് രജിസ്റ്റേഴ്സാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് രജിസ്റ്റേഴ്സ്. പിന്നെ അടുത്തത് DR ഡാറ്റ രജിസ്റ്റർ 0 to 15, അതായത് 16 ബിറ്റ് രജിസ്റ്റേഴ്സാണ് 0 to 15 വരെയുള്ള ഡാറ്റ രജിസ്റ്റർ DR. അടുത്തതാണ് അക്യുമുലേറ്റർ, നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. 0 to 15 വരെയുള്ള 16 ബിറ്റ് രജിസ്റ്റേഴ്സാണ് എന്ത് അക്യുമുലേറ്റർ. അപ്പോൾ എത്ര രജിസ്റ്റേഴ്സ് ഉണ്ട്? 7 രജിസ്റ്റേഴ്സ് അല്ലേ. 1 2 3 4 5 6 7 8 രജിസ്റ്റേഴ്സ് ഉണ്ട് എന്ത് നമ്മൾ മെയിനായിട്ട് നാളെ കമ്പ്യൂട്ടറിനകത്ത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഒന്ന് ഡാറ്റ രജിസ്റ്റർ 16 ബിറ്റാണ്, അക്യുമുലേറ്റർ 16 ബിറ്റാണ്, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ 16 ബിറ്റാണ്, ടെമ്പററി രജിസ്റ്റർ 16 ബിറ്റാണ്, പിന്നെ അഡ്രസ് രജിസ്റ്റേഴ്സും പ്രോഗ്രാം കൗണ്ടറും എന്താണ് 12 ബിറ്റാണ്, ഇൻപുട്ട് ഔട്ട്പുട്ട് രജിസ്റ്റേഴ്സ് 8 ബിറ്റാണ്. ഈ രജിസ്റ്റേഴ്സിൻ്റെ പേരുകളും അവരുടെ ഡ്യൂട്ടികളും അതിൻ്റെ ബിറ്റുകളും നമ്മൾ ഓർമ്മിച്ച് വെക്കണം. എല്ലാം റിലേറ്റഡ് ആണ്. ഓരോ രജിസ്റ്റേഴ്സ് പ്രോഗ്രാം കൗണ്ടർ എന്തുകൊണ്ടാണ് 12 ബിറ്റ് പ്രോഗ്രാം കൗണ്ടറിന് മതിയെന്നും ഡാറ്റ രജിസ്റ്ററിനാണെങ്കിൽ 0 to 16 അല്ലെങ്കിൽ 15 അല്ലെങ്കിൽ 16 ബിറ്റ് രജിസ്റ്റേഴ്സ് എന്തുകൊണ്ട് വേണം എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇനി കോമൺ ബസ് സിസ്റ്റം. എന്താണ് ബസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ബസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡാറ്റ കമ്മ്യൂണിക്കേറ്റിന് ഉപയോഗിക്കുന്ന ഒരു പാത്താണ് ബസ് എന്നുള്ളത് അല്ലേ. അതിലൂടെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് ഡാറ്റ നമ്മൾ ട്രാവൽ ചെയ്യിക്കാം. ഓക്കെ, ദ ബേസിക് കമ്പ്യൂട്ടർ ഹാസ് 8 രജിസ്റ്റേഴ്സ്. നമ്മൾ മുകളിൽ ഡിസ്കസ് ചെയ്തു അല്ലേ. ഓക്കെ, എ മെമ്മറി യൂണിറ്റ് ഉണ്ടാവും ആൻഡ് കൺട്രോൾ യൂണിറ്റ് ഉണ്ടാവും. ഒരു മെമ്മറി യൂണിറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ കൺട്രോൾ യൂണിറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ 8 രജിസ്റ്റേഴ്സും ഉണ്ടാവും. നമ്മുടെ മുകളിലുള്ള ഡയഗ്രത്തിൽ നമ്മൾ മെൻഷൻ ചെയ്തു അല്ലേ. ഓക്കെ, paths must be provided to transfer information from one registers to another and between memory and registers. പാത്ത് എന്ന് പറഞ്ഞാൽ മെമ്മറിയിൽ നിന്ന് രജിസ്റ്റേഴ്സിലേക്ക് ആവാം, അതുപോലെ തന്നെ രജിസ്റ്ററിൽ നിന്നും രജിസ്റ്ററിലേക്കും ആവാം. The number of wires will be excessive if connection are made between the output of each register and the input of other registers. A more efficient scheme for transferring information in a system with many registers is to use a common bus. The connection of the registers and memory of the basic computer to common bus system is shown the below. നമ്മൾ അടുത്ത ഡയഗ്രത്തിൽ കൊടുത്തിട്ടുണ്ട് ഒരു രജിസ്റ്റേഴ്സ് മാത്രമേ മെമ്മറിയും തമ്മിലുള്ള ഒരു ബസ് സിസ്റ്റത്തിനെ കുറിച്ച് ഡയഗ്രാം നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ദ ഔട്ട്പുട്ട് ഓഫ് ദ 7 രജിസ്റ്റേഴ്സ് ആൻഡ് മെമ്മറി ആർ കണക്റ്റഡ് ടു ദി ബസ് സിസ്റ്റം. ഇതിനകത്തുള്ള 7 രജിസ്റ്റേഴ്സും മെമ്മറിയും എന്തിട്ടുണ്ട്, നമ്മൾ കോമൺ ബസ് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 7 രജിസ്റ്റേഴ്സാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് 8 രജിസ്റ്റേഴ്സാണ്. അപ്പോൾ ഒരു രജിസ്റ്റർ ഇവിടെ നമുക്ക് നോക്കാം കേട്ടോ. ദ സ്പെസിഫിക് ഔട്ട്പുട്ട് ദാറ്റ് ഈസ് സെലക്റ്റഡ് ഫോർ ദ ബസ് ലൈൻ അറ്റ് എനി ഗിവൺ ടൈം is determined from the binary value of a selection variable S2, S1, S0. നമുക്കറിയാം 8 രജിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ 8 രജിസ്റ്റേഴ്സിന് നമുക്ക് ഡിഫറെൻറ്റ് കോമ്പിനേഷൻ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, 2�3 അല്ലെങ്കിൽ 8 നമുക്ക് കിട്ടണം അല്ലേ, 2�3. അപ്പോൾ 2�3 കിട്ടണമെങ്കിൽ 3 ബിറ്റുകൾ നമുക്ക് വേണ്ടി വരും. 000, 001, 010 എന്നുള്ളൊരു കോമ്പിനേഷനിലുള്ള 3 ബിറ്റുകൾ നമുക്ക് വേണം. അതിന് വേണ്ടി നമ്മൾ S1, S2, S0, S1, S2 നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളിതിന് മുന്നേ ഗേറ്റുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നില്ല, ഡീകോഡറും എൻകോഡറൊക്കെ ഉപയോഗിച്ച് നമ്മൾ സെലക്ഷൻസ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിരുന്നു അല്ലേ. ദ നമ്പർ അലോങ് ഈച്ച് ഔട്ട്പുട്ട് ഷോ ദ ഡെസിമൽ ഈക്വലൻറ്റ് ഓഫ് ദി ഈക്വലൻറ്റ് ബൈനറി സെലക്ഷൻ. ഇതുമങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ S1, S2, S0 ഉപയോഗിച്ച് നമുക്ക് 8 അല്ലെങ്കിൽ കോമ്പിനേഷൻസ് ഉണ്ടാക്കാൻ പറ്റും. ആ 8 കോമ്പിനേഷൻസ് മുഖേന നമുക്ക് രജിസ്റ്റേഴ്സ് ഏതാണ് ഉപയോഗിക്കേണ്ടത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിനകത്ത് ശരിക്കും മനസ്സിലാവും. നമുക്ക് ഒരു കോമൺ ബസ് ഉണ്ട് അല്ലേ. ബസ് എന്താണ്, 16 ബിറ്റ് കോമൺ ബസ്സാണ്. കാരണം നമ്മുടെ രജിസ്റ്റേഴ്സ് എന്തുണ്ട്, 16 ബിറ്റുള്ള രജിസ്റ്റേഴ്സ് ഇതിനകത്തുണ്ട്. അതുകൊണ്ട് 16 ബിറ്റുള്ള കോമൺ ബസ്സാണുള്ളത്. പിന്നെ ഏറ്റവും മുകളിലായിട്ട് മെമ്മറി യൂണിറ്റ് ഉണ്ട്. മെമ്മറി യൂണിറ്റ് ബസ്സുമായി കണക്റ്റഡ് ആണ് അല്ലേ. പിന്നെ അഡ്രസ്സ് രജിസ്റ്റർ ഉണ്ട്. ഈ അഡ്രസ്സ് രജിസ്റ്ററും ആരുമായിട്ട് കണക്റ്റഡ് ആണ്, ബസ്സുമായിട്ട് കണക്റ്റഡ് ആണ്, അതുപോലെ തന്നെ മെമ്മറി യൂണിറ്റുമായിട്ടും കണക്റ്റഡ് ആണ്. പിന്നുള്ളത് പ്രോഗ്രാം കൗണ്ടറാണ്. പ്രോഗ്രാം കൗണ്ടർ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രോഗ്രാം കൗണ്ടർ ബസ്സുമായിട്ട് കണക്റ്റഡ് ആണ്.
അതുപോലെ തന്നെ ഡാറ്റ രജിസ്റ്റർ അല്ലേ, ഡാറ്റ രജിസ്റ്റർ ബസ്സുമായിട്ട് കണക്റ്റഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ അക്യുമുലേറ്റർ ഉണ്ട്, അക്യുമുലേറ്റർ ബസ്സുമായി കണക്റ്റഡ് ആണ്. പിന്നെ ഇൻപുട്ട് രജിസ്റ്റർ ഉണ്ട്, ഇൻപുട്ട് രജിസ്റ്റർ ഡയറക്റ്റ് ബസ്സുമായിട്ട് കണക്ഷൻ ഇല്ല അല്ലേ. അക്യുമുലേറ്ററിലെ ഡാറ്റ എന്താ ചെയ്യുന്നത്, ആഡ് ആൻഡ് ലോജിക് സർക്യൂട്ട് മുഖേന അത് എങ്ങോട്ടാണ് കൊടുക്കുന്നത്, അക്യുമുലേറ്ററിലേക്ക് കൊടുക്കുന്നു അല്ലേ. അങ്ങനല്ലേ, ഇൻപുട്ട് രജിസ്റ്റർ INPR ഇൻപുട്ട് രജിസ്റ്റർ ഡയറക്റ്റ് ബസ്സുമായിട്ട് കണക്ഷൻ ഇല്ല. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു എന്ത്, 7 രജിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ടു ദി കോമൺ ബസ് സിസ്റ്റം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിൽ 7 ഉള്ളതിൽ 8 രജിസ്റ്റേഴ്സിൽ 7 ആണ് കണക്റ്റഡ്, INPR ഡയറക്റ്റ് ബസ്സുമായിട്ട് കണക്ഷൻ ഇല്ല. അടുത്തത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, എത്ര ബിറ്റ് അറിയില്ല അല്ലേ, അത് ബസ്സുമായി കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ ടെമ്പററി രജിസ്റ്റർ ബസ്സുമായി കണക്റ്റഡ് ആണ്. പിന്നെ ഔട്ട്പുട്ട് രജിസ്റ്റേഴ്സും എന്താണ്, ഔട്ട്പുട്ട് ഡാറ്റ ഔട്ട്പുട്ട് കൊടുക്കാനുള്ള രജിസ്റ്റേഴ്സും ബസ്സുമായിട്ട് കണക്റ്റഡ് ആണ്. ഇനി നോക്കാം നമുക്ക് ഈ അഡ്രസ് രജിസ്റ്റർ. അഡ്രസ് രജിസ്റ്ററിൽ എന്തായിരിക്കും ഉണ്ടാവുക, അഡ്രസ്സ് ആയിരിക്കും ഉണ്ടാവുക. എടുത്ത അഡ്രസ്സ് ആയിരിക്കും മെമ്മറിയിൽ നിന്നും ഡാറ്റ റീഡ് ചെയ്തിട്ടുള്ള അഡ്രസ്സ് ആയിരിക്കും ഉണ്ടാവുക. ഏത് ലൊക്കേഷനിലുള്ള ഡാറ്റയാണ് എടുത്തിട്ടുള്ളത് എന്ന അഡ്രസ്സായിരിക്കും അഡ്രസ് രജിസ്റ്റർ ഉണ്ടാവുക. അതിനകത്ത് 3 ഓപ്പറേഷൻസ് കാണാം, ലോഡ്, ഇൻക്രിമെൻറ്റ്, ക്ലിയർ. ലോഡ് ചെയ്യിക്കും, അതിന് ഇൻക്രിമെൻറ്റ് ചെയ്യിക്കും, പിന്നെ അതുപോലെ തന്നെ ക്ലിയർ ചെയ്യിക്കും. അടുത്തതും പ്രോഗ്രാം കൗണ്ടർ. പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രോഗ്രാം കൗണ്ടറിനകത്ത് ഉണ്ടാവാം നെക്സ്റ്റ് നമ്മൾ വർക്ക് ചെയ്യേണ്ട, എക്സിക്യൂട്ട് ചെയ്യേണ്ട പ്രോഗ്രാമിൻ്റെ അഡ്രസ്സായിരിക്കും ഇവിടെ ഉണ്ടാവാം, പ്രോഗ്രാം കൗണ്ടറിനകത്ത് ഉണ്ടാവാം. അതിനകത്തും ആ അഡ്രസ്സ് ലോഡ് ചെയ്യിക്കും, അതിനാണ് LD എന്നുള്ള ഇൻസ്ട്രക്ഷൻ. ഇൻക്രിമെൻറ്റ് ചെയ്യിക്കും, അതുപോലെ തന്നെ ക്ലിയർ ചെയ്യിക്കും. അടുത്തത് ഡാറ്റ രജിസ്റ്റർ. ഡാറ്റ രജിസ്റ്ററിനകത്ത് എന്താ ഉണ്ടാവുക, ഡാറ്റ ആയിരിക്കും ഉണ്ടാവുക അല്ലേ, കറസ്പോണ്ടിങ് അഡ്രസ്സ് ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് എന്തുണ്ട്, ലോഡ് ഉണ്ടാവും, ഇൻക്രിമെൻറ്റ് ഉണ്ടാവും, ക്ലിയർ ഉണ്ടാവും. അപ്പോൾ ഈ ലോഡ്, ഇൻക്രിമെൻറ്റ്, ക്ലിയർ ഉള്ള ഏതൊക്കെ രജിസ്റ്റേഴ്സ് ഉണ്ടെന്ന് ഓർമ്മിച്ച് വെക്കണേ. അടുത്തത് അക്യുമുലേറ്റർ. അക്യുമുലേറ്റർ ലോഡ് ഉണ്ടാവും, അതുപോലെ തന്നെ ഇൻക്രിമെൻറ്റ് ചെയ്യും, ക്ലിയർ ചെയ്യും. അക്യുമുലേറ്ററിലേക്ക് ഡാറ്റ കിട്ടുന്നത് ആഡ് ആൻഡ് ലോജിക് സർക്യൂട്ട് മുഖേനയാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ലോഡ് കിട്ടുന്നത്. അതിനൊരു എന്നുള്ള സിമ്പിൾ കണ്ടിട്ടുണ്ട്, എനേബിൾ ആയ സമയത്താണ് അതിലേക്ക് അക്യുമുലേറ്ററിലേക്ക് ഡാറ്റ പാസ് ചെയ്യുന്നത് അല്ലേ. ഇതിലേക്ക് ഡാറ്റ വരുന്നത് ഇൻപുട്ട് രജിസ്റ്റേഴ്സ് എന്നാണ്. അതുപോലെ തന്നെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ഡാറ്റ വരുന്നുണ്ട്, ഡിസ്കസ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഇൻപുട്ട് രജിസ്റ്റേഴ്സ് എന്നാണ് കാര്യമായിട്ട് അക്യുമുലേറ്ററിലേക്ക് ഡാറ്റ വരുന്നത്. അതുപോലെ തന്നെ ഇൻക്രിമെൻറ്റ് ചെയ്തിട്ടും ഡാറ്റ എടുക്കുന്നുണ്ട് അല്ലേ, ആ ഡയഗ്രാം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കും. പിന്നെ അടുത്തത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റേഴ്സാണ്. അതിനകത്ത് ലോഡേ ഉള്ളൂ, ഇൻസ്ട്രക്ഷൻസ് ലോഡ് ചെയ്യും, അത് ക്ലിയർ ചെയ്യാനോ അതുപോലെ തന്നെ ഇൻക്രിമെൻറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റേഴ്സിന് അതില്ല. അടുത്തതുള്ള ടെമ്പർ രജിസ്റ്ററാണ് TR. ലോഡ് ഉണ്ട്, ഇൻക്രിമെൻ്റ് ഉണ്ട്, ക്ലിയർ ഉണ്ട്. മറ്റൊരു രജിസ്റ്റേഴ്സാണ് ഔട്ട്പുട്ട് രജിസ്റ്റർ. അതിനകത്ത് ലോഡ് മാത്രമേ ഉള്ളൂ, ഇൻക്രിമെൻറ്റോ ക്ലിയർ ഒന്നും ഔട്ട്പുട്ട് രജിസ്റ്റേഴ്സിനകത്ത് ഇല്ല. അപ്പോൾ ഇതാണ് ഒരു കോമൺ ബസ് സിസ്റ്റം, നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് വർക്ക് ചെയ്യുന്നൊരു ബസ് സിസ്റ്റമാണ്. ഇതിനകത്തിൽ ഇവിടെ നോക്കൂ, ലെഫ്റ്റ് റൈറ്റ് സൈഡിൽ ഒരു ബസ് ഏറ്റവും ടോപ്പിൽ കണ്ടിട്ടുണ്ടാവില്ലേ, S0, S1, S2. ഇതിൻ്റെ 3ൻ്റെ കോമ്പിനേഷൻ, ഈ ബൈനറി വാല്യൂയുടെ കോമ്പിനേഷൻ്റെ കറസ്പോണ്ടിങ് ഡെസിമൽ വാല്യൂ വെച്ചിട്ടാണ് ഓരോ രജിസ്റ്റേഴ്സ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ 000 ആണെങ്കിൽ 0 എന്നുള്ള ചൂസ് ചെയ്യും. അതുപോലെ 001 ആണെങ്കിൽ 1th അല്ലെങ്കിൽ അഡ്രസ് രജിസ്റ്റേഴ്സും ചൂസ് ചെയ്യുന്നുണ്ടാവാം. പിന്നെ 010 ആണെങ്കിൽ പ്രോഗ്രാം കൗണ്ടർ ആയിരിക്കും, 2 ആയിരിക്കും. അതുപോലെ തന്നെ 011 ആണെങ്കിൽ 3 ആയിരിക്കും, കറസ്പോണ്ടിങ് ഡാറ്റ രജിസ്റ്റർ ചൂസ് ചെയ്യും. ഇങ്ങനെ ഈ ബൈനറി വാല്യൂയുടെ കറസ്പോണ്ടിങ് ഡെസിമൽ വെച്ചിട്ടാണ് ഓരോ രജിസ്റ്റേഴ്സ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഡയഗ്രാം ശരിക്കും നോക്കി മനസ്സിലാക്കണേ. അതുതന്നെയാണ് ഒന്നുകൂടി വലുതാക്കി കൊടുത്തതെന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് റീഡ് ചെയ്ത് നോക്കണേ. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ പോയിൻറ്റ്സിൽ എഴുതിയതാണ്, ഒന്ന് റീഡ് ചെയ്താൽ മതി. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2 രജിസ്റ്റേഴ്സ് 8 ബിറ്റാണ്, ഇൻപുട്ട് രജിസ്റ്റേഴ്സും അതുപോലെ തന്നെ ഔട്ട്പുട്ട് രജിസ്റ്റേഴ്സും. പിന്നെ അഡ്രസ് രജിസ്റ്റർ, പ്രോഗ്രാം കൗണ്ടർ രണ്ടും എന്താണ് 16 ബിറ്റ് രജിസ്റ്റേഴ്സാണ്. പിന്നെ പിന്നെ 12 ബിറ്റിൻ്റെ രജിസ്റ്റേഴ്സും ഉണ്ട്. ഓരോ രജിസ്റ്റേഴ്സും എന്താണ്, എത്ര ബിറ്റാന്നുള്ളത് നമ്മൾ ഓർമ്മിച്ച് വെക്കണം. ഓക്കെ,
നമ്മൾ പറഞ്ഞ പോയിന്റുകൾ തന്നെ വേർഡിങ്സിൽ എഴുതിയാൽ കേട്ടോ, ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. എല്ലാം കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തി വീഡിയോ ആവും, അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്യുന്നത്. നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് പോസ് ചെയ്തിട്ട് എഴുതിയാൽ മതി നോട്ട്സുകൾ. റീഡ് റൈറ്റ് ഓപ്പറേഷൻസ്. റൈറ്റ് ഓപ്പറേഷൻ രജിസ്റ്ററിൽ നിന്ന് മെമ്മറിയിലേക്ക് വരുന്ന റൈറ്റ് ഓപ്പറേഷൻ, മെമ്മറിയിൽ നിന്ന് രജിസ്റ്റേഴ്സിലേക്ക് വരുന്നതാണ് റീഡ് ഓപ്പറേഷൻസ്. ഇതൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. നമുക്ക് നോട്ട് ചെയ്താൻ വേണ്ടിയിട്ട് ഞാൻ പോയിൻറ്റ്സുകൾ ആഡ് ചെയ്തത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.